രക്ഷയില്ല. ഇരിക്കണം. വായിച്ചു നോക്കണം. രണ്ടു മൂന്നെണ്ണം ആയാലും വരുന്നു ഡൽഹിയിൽ നിന്ന്. കുറച്ച് വായിക്കണം. Regret to inform you that the Home Department of the state is not giving sufficient moral support to the customs authorities to prevent the such and such activities. അല്ലേ? I will look into the matter, sir. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഇൻഎഫിഷ്യൻസിക്ക് ഡൽഹിയിലുള്ളവരുടെ ചീത്ത ഞാൻ കേൾക്കണോ? I will be alert, sir. പക്ഷേ കമോൺ, സാർ തന്നെ പിന്നെ എന്നെ റെസ്ട്രിക്ട് ചെയ്യരുത്. എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം തീർക്കുന്നത് കയ്യിൽ കിട്ടുന്ന പാവങ്ങളോടാണല്ലോ. പിന്നെ എന്ത് ചെയ്യണം, സർ? അതറിയാമെങ്കിൽ ഞാനതിന് ചെയ്താൽ പോരെ? നിങ്ങളോട് പറയണോ? നിങ്ങൾ എന്ത് ചെയ്താലും ശരി, മേലിൽ ഇത്തരം കംപ്ലൈന്റ്സ് ഉണ്ടാവരുത്. യെസ് സർ. മിസ്റ്റർ തോമസ്, സർ, നിങ്ങൾ തന്നെ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. There are other competent persons. തന്റെ കീഴിൽ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. തന്റെ സീമന്ത പുത്രനുണ്ടല്ലോ, അവനെയും കൂട്ടരെയും അങ്ങനെ ഒരു പുത്രന് ജന്മം കൊടുത്ത തന്നെയും അകത്താക്കാൻ എനിക്ക് കഴിയാനിട്ടില്ല. പക്ഷേ കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഉടുപ്പൂരാൻ. അതുവരെ പിടിച്ചു നിന്നാ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ ഗതി കെട്ടിട്ടും തന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്നത്. തനിക്ക് മനസ്സിലായോടൂ? മിസ്റ്റർ തോമസ് പോയില്ലേ? സാർ, കളയടോ തോമസേ, ഫർഗറ്റ് ഇറ്റ്. ഞാനിത് കുറെ അനുഭവിച്ചിട്ടുള്ളതാ. കാക്കിയിട്ടവന്റെ വിധിയാണിത്. അതല്ല സാറേ, ഈ 6ാം ക്ലാസും ഡ്രില്ലും ഒക്കെ പാസ്സായതിനു മുമ്പിൽ നമ്മൾ ഈ കാക്കി ഉടുപ്പിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, അത് മഹാബോർ തന്നെയാ. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചു കാലം കൂടിയല്ലേ ഉള്ളൂ. കടിച്ചു പിടിച്ച് നിൽക്കുന്നേ. യു സർപ്രസ് യുവർ എമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്. അതല്ലേ മാർഗമുള്ളൂ. ഏയ്, അങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തൊപ്പി പോയാലും ശരി, അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാനടങ്ങും. ഗുഡ് മോർണിംഗ് സർ. ജീവൻ ഇരിക്കൂ. താങ്ക് യു സർ. യുവർ എക്സ് ബോസ് മിസ്റ്റർ തേജ്പാൽ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. തേജ്പാലിന് ജീവനെ കുറിച്ച് വലിയ മതിപ്പാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ജീവൻ അല്പം ചൂടനാണെന്ന്. പെട്ടെന്ന് പ്രതികരിക്കും. റാദർ എ ക്വിക്ക് റെസ്പോൺസ്. ഞാനിത് പറയാൻ കാരണം, ജീവൻ ഇന്നലെ ക്യാന്റീനിൽ വെച്ച് രാഷ്ട്രീയക്കാരെ പറ്റി ചൂടായി സംസാരിച്ചതായി കേട്ടു. എനിക്കും ആ വർക്കത്തെ ഇഷ്ടമല്ല. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ചോരുന്നത് ഇവിടെ നിന്നാണ്. പുതിയൊരു ഓഫീസർ അധികം സംസാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സിന് ഇഷ്ടമാവില്ല. ഐ തിങ്ക് യു ആർ ഇന്റലിജന്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് മീ. യെസ് സർ. സാർ, പിള്ള സാർ വന്നിട്ടുണ്ട്. വരാൻ പറയും. അപ്പോ ജീവൻ പൊയ്ക്കോളൂ. ഓക്കെ സർ. ആ, ഗുഡ് മോർണിംഗ്. പിള്ളച്ചേട്ടൻ ഇരിക്കൂ. പിള്ളച്ചേട്ടൻ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വെച്ച് എന്നോട് ചൂടായപ്പോ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് കൂടെ 1-2 പേരുണ്ടായിരുന്നുകൊണ്ടാണ്. പിള്ളച്ചേട്ടൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെങ്കിലും കുറച്ചുകാലം മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ. ഞാനിരിക്കുന്ന ഈ കസേരയ്ക്കും പേനയ്ക്കും എന്തു വിലയുണ്ടെന്നുള്ളത് പിള്ളച്ചേട്ടൻ അറിയാമല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ശരി തന്നെ. എന്ന് വെച്ച് പോലീസുകാർ വെറും പഴങ്കഞ്ഞുകളാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളച്ചേട്ടാ? അതൊക്കെ ആ സമയത്ത് ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞല്ലേ. താനൊന്നും കാര്യാക്കണ്ട. അല്ല, അതെനിക്കറിയാം. ഞങ്ങളുടെ ഫോഴ്സിന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് പിള്ളച്ചേട്ടൻ എന്നെ സഹായിക്കണം. എന്നോട് ബഹളമുണ്ടാക്കിയതുപോലെ ചേട്ടൻ അസംബ്ലിയിലും ബഹളമുണ്ടാക്കണം. കുറെ ബഹളമുണ്ടാകുമ്പോൾ ട്രഷറി ബെഞ്ചുകാർ വളരും. മിനിസ്റ്റർ അന്വേഷണത്തിന് ഓർഡർ ഇടും. പിന്നെ ഞാൻ ഏറ്റു. മാളത്തിൽ നിന്നും തുരപ്പനെ ചാടിക്കുന്നത് പോലെ എല്ലാത്തിനെയും ഞാൻ പുറത്തേക്ക് അടിക്കും. ഇനി അവൻ ആരായിരുന്നാലും ശരി, എല്ലാ കുട്ടിത്തേവാങ്കളെയും ഞാൻ അകത്താക്കി തരാം. സംശയിക്കണ്ട. മതിയായില്ല നിനക്ക്? 1 അല്ല 9 നോട്ടീസാ എനിക്കെതിരായിട്ട്. നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ച് ചീന്തും. മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അച്ഛൻ കിടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. എന്തു തെളിച്ചു പറയാൻ? മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകൾ. പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ. ചീഞ്ഞു നാർന്ന് ദുർഭരണം. നാടുനില നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ.
ഇത്രയും പോരെ? ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ? ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛനത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു. പള്ളിക്കൂടം മാതിയാരായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA-മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടെ നിന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ, വെറും കാശ് കൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി, സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം. പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറവെന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി MLA-മാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രിയെ MLA-മാരെ പ്രശംസിക്കുകയുണ്ടായി. അറബിക്കടലിൽ പിള്ളേച്ച, ജയ് ജയ് കേരള ദേശം, ഇഞ്ചിക്കാര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ജയ് ജയ് ഇഞ്ചിക്കാരൻ, കള്ളാകുള്ള പിള്ളേച്ച, കൊള്ളത്തരമോ രാഷ്ട്രീയം, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ, തോറ്റിട്ടില്ല, തോൽക്കുകയില്ല. കേരള ദേശം സിന്ദാബാദ്,
ഇഞ്ചിക്കാരൻ സിന്ദാബാദ് ഇഞ്ചിക്കാരൻ സിന്ദാബാദ്. ജയ് ജയ് കേരള ദേശം ജയ് ജയ് കേരള ദേശം. ജയ് ജയ് കേരള ദേശം. ജയ് ജയ് ഇന്ത്യക്കാരൻ. ഇഞ്ചിക്കാരൻ